ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിവിടെ ഇഫ്താറിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, നമുക്കതിനാവശ്യമായിട്ട് ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കതൊരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു നുള്ളി ഗരം മസാലപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഓക്കെ, അപ്പം ആ സമയം കൊണ്ട് നമുക്കിതാ ഇവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകും 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒലിക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അത് അരിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതുപോലത്തെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ട് പിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലത്തെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വേപ്പില, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി ഞാൻ അപ്പോൾ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടുണ്ടായി. അതും കൂടി ഇട്ട് നമ്മൾ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞെടുത്താണ്. ഇത് നമ്മളതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാതെ ആണെങ്കിൽ ബാക്കിയെല്ലാം സെയിം മസാല തന്നെയാണ്. നമുക്ക് സമൂസ ഉണ്ടാക്കണമെങ്കിൽ ഇത് സെയിം മസാല തന്നെ മതിയാവും. ഓക്കെ, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. ഞാൻ അതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ. എനിക്ക് ആ റെഡ് കളറായിട്ടുള്ള മസാല അങ്ങനെ ഇഷ്ടമല്ല. ഞാനിങ്ങനെ പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് എരിവിന് ചേർക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത്രയും തന്നെ മതി. പിന്നെ നമ്മൾ ആ ചിക്കനും കൂടി ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ആ ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിന് കുറച്ച് കൂടുതലുണ്ടായിട്ട് അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ സമൂസ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മുഴുവൻ ചിക്കൻ വേണ്ട കേട്ടോ. ചിക്കൻ കൂടുതലായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് അതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ പുതിനയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ആ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ അതിനകത്ത് നിന്ന് ചിക്കൻ്റെ എന്താ പറയുക ആ ഒരു ഗ്രേവിയാണ്, സത്താണത്. അത് നമ്മൾ ആ വെള്ളം കളയേണ്ട അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2-3 കയ്യിലേ ഉള്ളൂ കേട്ടോ ആ വെള്ളം. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇതുപോലെ ഫോർക്ക് കൊണ്ടോ കയ്യിൽ കൊണ്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ
ഓക്കെ, നമുക്ക് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ മിക്സ് ചെയ്ത ആ വീഡിയോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ട്, അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത വീഡിയോ എന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ടത് ആ ഉരുളക്കിഴങ്ങും നല്ലോണം എല്ലാ വശത്തും പിടിക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു മുട്ട വേണം. ഒരു കോഴിമുട്ട എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്, അതും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ചൂടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അത് രണ്ട് രീതിയിൽ കട്ട്ലേറ്റ് പൊരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ മുട്ട മാത്രം മുക്കി പൊരിക്കുന്നവരുണ്ട്, ചിലവർ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു രീതി ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു ഫിനിഷിംഗ് ആയിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് മുട്ട മുക്കുമ്പോൾ ഒന്നാമത് നമ്മളിത് പൊരിക്കുന്ന സമയത്ത് ആ മുട്ടയുടെ ഇതൊക്കെ കൊണ്ട് ഭയങ്കര പതിയിരിക്കും. പിന്നെ അതുപോലെ ഇങ്ങനെ മാല പോലെ തൂങ്ങിക്കിടക്കും. എനിക്കത് അങ്ങനെ ഇഷ്ടമല്ല. ഇതാകുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ബേക്കറി കട്ട്ലേറ്റിൻ്റെ ആ ഒരു ടൈപ്പ് ആയിരിക്കും. പക്ഷേ ഉള്ളിൽ നമ്മുടെ ഈ ചിക്കനും സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഉണ്ടാവും. നമുക്കിതാ അതിനകത്ത് നന്നായിട്ട് റിസ്ക് പൊടിയിലേക്ക് നല്ലോണം കോട്ട് ചെയ്തിട്ട് നല്ലൊരു ഷേപ്പിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം അതുപോലെ ബ്രെഡ് പൊടി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോറി, റസ്ക് പൊടിയാണ്. റസ്ക് പൊടി എടുത്ത് നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റസ്ക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതാ കോട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോഴത്തേക്കും പതിയെ നമ്മൾ ഒരുപാട് ഇതിനകത്ത് ഇടരുത്, കാരണം പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതിയെ ഇട്ട് കൊടുക്കാം. ഒരുപാട് വേവിക്കൊന്നും വേണ്ട, കാരണം ആ മുകളിലത്തെ ബ്രെഡ് ക്രംസ് ഒന്ന് കളറൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായാൽ മാത്രം മതി. ഇട്ട് ഇത്തിരി കഴിയുമ്പോഴത്തേക്കും കരിയാതെ നമ്മൾ നോക്കണം, ചെറിയ തീയിൽ തന്നെ. അത് പെട്ടെന്ന് തന്നെ പുറം ഒന്ന് ജസ്റ്റ് ക്രിസ്പി ആവുന്ന രീതിയിൽ മാത്രം ഇട്ടെടുക്കുക. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. നമുക്ക് ഇഫ്താറിനാണ് നമ്മൾ കൂടുതൽ ഇതൊക്കെ ഉണ്ടാക്കുകയുള്ളൂ വീട്ടിൽ. അപ്പം അതിൻ്റെ കൂടെ കായ്പോളയും കൂടി ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇടാം കേട്ടോ, കാരണം എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് ആയി പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.